അപ്പോൾ വിശ്വാസികളോടൊപ്പമാണ് ഈ സർക്കാർ എന്നത് NSSന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണ്. ആ നിലപാട് NSSന് LDFന് ഗുണം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ശരിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിലപാട് LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമോ എന്നുള്ളതൊക്കെ ഇനി തെരഞ്ഞെടുപ്പിന് ഫലം വന്നാലേ അറിയൂ. കാരണം മധ്യ തിരുവിതാംകൂർ ഭാഗത്തും തെക്കൻ കേരളത്തിലുമായി 24ഓളം സീറ്റുകളിൽ നിർണായക സ്വാധീനമുണ്ട് NSSന്. 13%, 14% മൊത്തം ജനസംഖ്യയുടേതെങ്കിലും കേരള നിയമസഭയിൽ തന്നെ അവരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. 37%, 38% കേരള നിയമസഭയിലെ മന്ത്രിമാർ NSS കാറ്റഗറിയിൽ തന്നെ പെടുന്നവരാണ്. അപ്പോൾ NSSനെ LDF ആ അർത്ഥത്തിലൊന്നും അവഗണിച്ചിട്ടില്ല. NSSന്റെ ആവശ്യങ്ങൾ ഭരണഘടനാപരമായി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. മുന്നോക്ക കമ്മീഷനാണെങ്കിലും സംവരണ വിഷയങ്ങളിലാണെങ്കിലും എല്ലാം ഇടതുപക്ഷം NSSന് എതിരായിട്ട് നിലപാടെടുത്തിട്ടുമില്ല. എന്നാൽ മറ്റു വിഷയങ്ങളിൽ അവർ ആരോഗ്യകരമായ സംവാദവും അകലവും പാലിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം, വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം ഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ബഹിഷ്കരിക്കുകയോ അതിനെ വിട്ടുനിൽക്കുകയോ ചെയ്തവർക്ക് അയ്യപ്പ കോപമുണ്ടായിരിക്കുന്നു. അത് NSSലൂടെ പ്രകടമായി എന്ന് മാത്രം കരുതിയാൽ മതി. അത് ഓരോ കാലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തും ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അത് NSSും തിരിച്ചറിയുന്നു എന്നാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്.